ഇങ്ങോട്ട് വാ. ഇനി നിങ്ങൾ വിളിച്ചോണ്ട് പോവുകയോ സംസാരിക്കോ എന്താന്ന് വെച്ചാൽ ആയിക്കോ. വീടാതെ വാ. നിന്റെ മോള് വന്നത് ഇപ്പോൾ ഉണ്ട്. അവിടുത്തെ സംസാരിക്കേ. വാ വാ വാ. ആളതെ മുന്നേ കൊണ്ട് നിർത്തി തന്നു പോയി. അച്ഛൻ എപ്പോഴും കള്ളു കുടിച്ച് ഇവിടെ തന്നെ കിടക്കുവല്ലേ? അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ഛനെ കണ്ടൊരു കാര്യം പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അച്ഛൻ നാളെ സ്കൂൾ വരെ ഒന്ന് വരണം. സ്കൂളിലോ? ഞാനോ? എന്തിന്? പപ്പിയെ നാളെ ക്ലാസ്സിൽ കേട്ടണമെങ്കിൽ അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലോന്നാ ടീച്ചർ പറഞ്ഞിരിക്കുന്നേ. അച്ഛൻ നാളെ സ്കൂളിൽ വരുമോ അച്ഛാ? എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് വരാൻ വിഷ്ണുവിനെ വിളിച്ചോണ്ട് പോകും. ഇത് നല്ല കുട്ടി. എടാ, സ്വന്തം അച്ഛൻ ചെല്ലേണ്ട സ്ഥാനത്ത് മറ്റാരെങ്കിലാണോ ചെല്ലേണ്ടത്? എടോ, തന്റെ കൊച്ചിന്റെ കാര്യമാകുമ്പോ താൻ പോണോ? ജഗദീപേ, ജഗദീപേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. എന്റെ സുസു, അതങ്ങനല്ല. ഈ കുട്ടി എന്ത് സന്തോഷത്തോടെ എന്റെ അച്ഛനെ കാണാമെന്ന് നോക്കി. പാവം മോള് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? എനിക്ക് ഈ കുട്ടികളുടെ സങ്കടമൊക്കെ മനസ്സിലാവും. രോഹിത്, താൻ നാളെ കൊച്ചിൻ്റെ ഒപ്പം സ്കൂളിൽ പോണം കേട്ടോ. ജഗദീപേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടരുതെന്ന് ഞാൻ ഒരു തവണ പറഞ്ഞു. ഈ കുട്ടികൾ ആരാ ഇവിടെ കൊണ്ടുവന്നത്? ആരും കൊണ്ടുവരാൻ? അവർ രണ്ടുപേരും കൂടെ തനിയെ ഇങ്ങ് പോകുന്നത്. എങ്ങനെ വന്നാലും ആര് കൊണ്ടുവന്നാലും ശരി, രോഹിത് വരില്ല. നിങ്ങൾ ഇവിടുന്ന് പോ. ഇല്ല, അച്ഛൻ വരാതെ ഞങ്ങൾ ഇവിടുന്ന് പോയില്ല. വെറുതെ ചിണുങ്ങല്ലേ കൊച്ചെ. രോഹിത്തെ, നിനക്ക് ഇനി ഇവളുടെ അച്ഛനാവാൻ പോണമെന്നുണ്ടോ? അത് ഞാൻ എന്റെ സുസു, കണ്ണിച്ചോര ഇല്ലാതെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ സുസു. ഇവൻ അച്ഛനാവുന്ന എന്തിനാ? ഓൾറെഡി അച്ഛനാണല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത്? ജഗദീപേ, നിനക്ക് ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ ഇവരുടെ അച്ഛനായിട്ട് നീ ചെല്ല്. ഞാനാ അച്ഛനായിട്ടാ? സുസു, അതിന് നീ ആയിട്ട് എനിക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ചെവിടടിച്ച് പൊട്ടിക്ക് ഞാൻ. മിണ്ടാ നിക്കവിടെ. ഞാൻ നിർത്തി. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയെ. അച്ഛനും അമ്മയായിട്ടൊന്നും ഇവിടുന്ന് ആരും വരില്ല. അത് അച്ഛൻ പറയട്ടെ. നാളെ അച്ഛൻ വരില്ലേ അച്ഛാ? അച്ഛൻ വരില്ലേ? എന്റെ സുസു, ഇത്രയും ദുഷ്ടതരൊന്നും കാണിക്കരുത് കേട്ടോ. എനിക്കറിയില്ല പപ്പി. ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ ദ്രോഹിച്ചാലേ ദൈവം പോലും പൊറുക്കത്തില്ല. നിനക്ക് എന്റെ കൂടെ ഇവിടെ പൊറുക്കണമെങ്കിൽ മിണ്ടാണ്ട് നിന്നോണം. ഇവിടെ ഞാൻ പറയുന്നതും കേട്ട് ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം നിന്നാ മതി എന്നാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇറങ്ങിക്കോ, എനിക്കൊരു പരാതിയില്ല. അത് കൊച്ചു കുട്ടികളല്ലേ, അവര് പോയോന്നെങ്കിലും നോക്കണ്ടേ? നിക്കവിടെ. അവർക്ക് വരാൻ അറിയാമെങ്കിൽ പോവാനും അറിയാം. എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരൊന്നും അല്ല. നല്ല ബുദ്ധി സാമർഥ്യം ഉള്ളവര് തന്നെയാ. അവര് നിന്നേക്കാൾ നന്നായിട്ട് വഴിതെറ്റാതെ വീട്ടിൽ ചെന്നോളൂ. പിന്നെ അവരുടെ അമ്മയുണ്ടല്ലോ, ശ്യാമ. അവളാ വഴിയിലെങ്ങാനും നിന്നിട്ട് പിള്ളേരെ പറഞ്ഞു വിട്ടതല്ലാന്ന് ആര് കണ്ടു? ഇതും ഇതിനപ്പുറം ചെയ്യുന്നവളാ അവള്. അപ്പൊ ആ കുടുംബത്തിലെ കുട്ടികളല്ലേ, ഇതും ചെയ്യും, ഇതിനപ്പുറം ചെയ്യും. കേട്ടിട്ടില്ലേ, അമ്മ വേലി ചാടിയാ മകള് മതില് ചാടുന്നു. ശാരദാമ്മയുടെ പെമ്മക്കളൊക്കെ ചാട്ടക്കാരാ. അപ്പൊ പിന്നെ കൊച്ചുമക്കള് ചില്ലറക്കാരാവോ? അവരും ചാടും. നോക്ക്, വാതിലെങ്ങാൻ തുറന്നു പോയാ കൈ ഞാൻ വിട്ടു. രോഹിത്തെ, ഇനിയെങ്കിലും നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ആ കുടുംബം ആ കുടുംബത്തിലെ ആൾക്കാരുമായിട്ടുള്ള സഹവാസവും കാണലും ഒക്കെ എന്നേക്കുമായിട്ട് നിർത്തിയാലേ നീ രക്ഷപ്പെടും. പറ്റുമെങ്കിൽ കേക്ക്, ഇല്ലെങ്കിൽ ചെന്ന് നശിക്ക്. അല്ല പിന്നെ ജഗദീപേ, ആ കുഞ്ഞുങ്ങൾ വാതിൽക്കൽ നിൽക്കുകയാണെങ്കിലോ വിളിക്കുകയാണെങ്കിലോ വാതിൽ തുറന്നു പോരുത്. കുറെ നേരം നിന്ന് കാല് മരവയ്ക്കുമ്പോ പൊക്കോളും. മനസ്സിലായോ?
ആ ഞാൻ തുറക്കൂല, കൊന്നാ പോലും തുറക്കൂല. ആ ഇന്ന് ഞാൻ എടാ നീ ഒരു മനുഷ്യനാണോ തന്തയാന്നും പറഞ്ഞ് നടക്കും? നാളെ എവളുടെ വാക്കം കേട്ട് സ്വന്തം കൊച്ചിനെ തല്ലി ഓടിക്കാൻ. കഷ്ടം. അതിലൊരാളാ നമ്മുടെ ശാരദാമ്മ. ഇന്ന് അവര് ചെയ്യുന്ന പണിയേക്കാൾ അല്പം ശേല് കുറഞ്ഞ പണി ഭാമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവനിശ്ചയ മുൻകൂട്ടി തയ്യാറാക്കിയ ഈശ്വരന്റെ തീരുമാനം. അതുമാത്രം നീ ഇപ്പം മനസ്സിലാക്കിയാൽ മതി. ഞാനൊന്ന് കിടക്കട്ടെ. കുറെ നേരമായിട്ടുള്ള നിൽപ്പാ. വേറെ എന്താ പണി? ഈ നിപ്പ് ഇരിപ്പം കിടപ്പൊക്കെ തന്നെയാ. വേണ്ടടോ. ആ ശാലിനി. വിഷ്ണുട്ടാ, പപ്പിയും സത്യം സ്കൂളിൽ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? അവരിതെവിടെ പോയി? അറിയില്ല. ശാന്തേച്ചി എന്നപ്പോ കുട്ടികൾ പോയിന്ന് സെക്യൂരിറ്റി പറയുന്നു. അതുമല്ല ക്ലാസ്സിൽ നിന്ന് നേരത്തെ വിടുകയും ചെയ്തു. ആ ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ എല്ലാ മക്കൾ അവരൊരു ഓട്ടോ പിടിച്ച് പോകുന്നുള്ളൂ. ഞാനേ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്കൂളിൽ പോയിട്ട് നോക്കാം. നീ ടെൻഷൻ അടിക്കാരിക്കേ. ശരി വിഷ്ണുട്ടാ. എന്താടി പറഞ്ഞേ? വിഷ്ണുട്ട സ്കൂളിൽ പോയി നോക്കാന്ന് പറഞ്ഞു.